ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ന്യൂട്രീഷൻ ലേബലിങ്ങിനെ കുറിച്ചാണ്. അതായത് ഇന്നത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലില് ഏകദേശം ഒരു 1/4 സാധനങ്ങളും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാണ് അല്ലെ. എല്ലാ ഇൻഗ്രീഡിയൻസും, പൊടികളും, അരിയും, എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്ത് കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതായത് പാക്കറ്റ് ഫുഡ്സ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. സോ നമ്മൾ ഇതിന്റെ എക്സ്പയറി നോക്കുന്നതിനപ്പുറം ഈ കാണുന്നത് പോലെ ഒരു ന്യൂട്രീഷൻ ലേബൽ അതിൽ എല്ലാ ഭക്ഷണത്തിലും ഉണ്ടാവും. എത്ര പേര് ഇത് ചെക്ക് ചെയ്താണ് ഭക്ഷണം വാങ്ങിക്കുന്നത്? ഇതെന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ന്യൂട്രീഷൻ ലേബൽ ഇന്ത്യയിലാണെങ്കിൽ FSSAI ആണ് അപ്രൂവ് ചെയ്യുന്നത്. US ആണെങ്കിൽ FDA-യും. അപ്പൊ ഇതിൽ എന്താണുള്ളത്? മാക്രോ ന്യൂട്രിയൻസിന്റെയും മൈക്രോ ന്യൂട്രിയൻസിന്റെയും എനർജിയുടെയും പെർ വാല്യൂ ഡീറ്റെയിൽസ് ആണ് ഇതിലുണ്ടാവുന്നത്. പെർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇതിലെ ഒരു പോർഷൻ ഒരാൾക്ക് എത്ര എനർജി കൊടുക്കുന്നു, എത്ര കാർബോഹൈഡ്രേറ്റ് കൊടുക്കുന്നു, എത്ര ന്യൂട്രിയൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ന്യൂട്രീഷൻ ലേബലിൽ ഉള്ളത്. അതിനു മുൻപ് ആദ്യം തന്നെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ വേണ്ട ന്യൂട്രിയൻസ് ആണ് ഈ മാക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻസ്, മിനറൽസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഇവരാണ് മൈക്രോ ന്യൂട്രിയൻസ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ സെർവിങ് സൈസ് എന്നായിരിക്കും ഉണ്ടാവുക. ഈ സെർവിങ് സൈസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ, അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ ഒരു ബേസിക് യൂണിറ്റ് നമ്മൾ എടുക്കില്ലേ. ഇപ്പൊ 100 ഗ്രാം, ഇതിൽ ഒരു ബിസ്ക്കറ്റിൽ ഇത്ര, അപ്പൊ 1 ബിസ്ക്കറ്റ് എന്നായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100 ഗ്രാമിൽ ഇത്ര. അപ്പോൾ അതാണ് അതിന്റെ സെർവിങ് സൈസ് എന്ന് പറയുന്നത്. ആ സെർവിങ് സൈസിലായിരിക്കും അതിന്റെ ന്യൂട്രിയൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ കാര്യം സെർവിങ് സൈസ്. രണ്ടാമതായിട്ടുള്ള ആളാണ് എനർജി. എനർജി എന്നുള്ളത് കാലറീസ് എന്ന് പറയാം. കാലറീസ് എന്ന് പറയുന്നതും എനർജി എന്ന് പറയുന്നതും തുല്യമാണ്. ആ പ്രോഡക്റ്റിന്റെ ഒരു 100 ഗ്രാം ആണ് പറയുന്നതെങ്കിൽ ആ 100 ഗ്രാം കഴിക്കുമ്പോൾ നമ്മൾക്ക് എത്ര ഊർജ്ജം ലഭിക്കുന്നു, ഇതാണ് കാലറീസ് അഥവാ എനർജി എന്നതിലുള്ളത്. വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നത് വഴി അവരുടെ ഒരു വെയിറ്റ് ലോസ് പ്ലാൻ ഒക്കെ അവർക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അതിനു മുൻപായിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു സെഡൻഡറി ഫീമെയിലിന് വേണ്ടത് 1600 മുതൽ 1800 കിലോ കാലറീസ് ആണ്. അതായത് സെഡൻഡറി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറവായിട്ടുള്ളവർ, അതായത് ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ, IT പ്രൊഫഷണൽസ് ഒക്കെ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ച് കുറവാണ്. അങ്ങനെയുള്ള സെഡൻഡറി ഫീമെയിലിന് വേണ്ടത് 1600 മുതൽ 1800 വരെയാണ് കിലോ കാലറീസ് വേണ്ടത്. സെഡൻഡറി മെയിൽ ആണെന്നുണ്ടെങ്കിൽ 2000 തുടങ്ങി 2200 കിലോ കാലറിയാണ് വേണ്ടത്. സോ ഈ ഒരു കാലറീസ് അല്ലെങ്കിൽ എനർജി നോക്കുന്നത് വഴി നമ്മൾക്ക് ഈ ഒരു ബിസ്ക്കറ്റ്, ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിന്റെ ആണ് അതിൽ കാലറി കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ നമ്മൾക്ക് 50 കാലറി വരും. അപ്പൊ നമ്മളൊരു മിഡ് മീൽ ആയിട്ട് ആ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 1600 കാലറിയിൽ 50 കാലറി നമ്മൾ കഴിച്ചു. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഒരു പാക്കറ്റിലെ എനർജി അല്ലെങ്കിൽ കാലറി എന്ന് കണ്ടു കഴിഞ്ഞാൽ സെർവിങ് സൈസ് നോക്കിയിട്ട് നമുക്ക് അതിന്റെ കാലറി മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് കാർബോഹൈഡ്രേറ്റ്. മാക്രോ ന്യൂട്രിയന്റിലെ ആദ്യത്തെ ആളാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ കാർബ്സ് എന്നായിരിക്കും ഉണ്ടാവുക. ടോട്ടൽ കാർബ്സ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ കാർബ്സ് ആൻഡ് കോംപ്ലക്സ് കാർബ്സ് ആണ്. ഈ സിമ്പിൾ കാർബ് എന്ന് പറയുന്നത് നമ്മുടെ മൈദയിൽ നിന്നും അതേപോലെ തന്നെ ആഡഡ് ഷുഗറിൽ നിന്നും റിഫൈൻഡ് ഷുഗറിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടുകയും നമ്മുടെ ഇൻസുലിൻ അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത തരത്തിലേക്ക് ഉയരുന്ന തരത്തിലുള്ള ഷുഗറാണ് സിമ്പിൾ ഷുഗർ അല്ലെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്സും ഗോതമ്പും തവിടടങ്ങിയ ഭക്ഷണങ്ങളും മില്ലറ്റ്സും ഒക്കെയാണ് ഈ കോംപ്ലക്സ് കാർബ്സിൽ വരുന്നത്. അതായത് ഇവ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവുന്നില്ല. ഷുഗർ വളരെ പെതുക്കെ നമ്മുടെ ഡൈജഷൻ അനുസരിച്ചായിരിക്കും ബ്ലഡിലേക്ക് വരുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന തരത്തിലുള്ളവയുമായിരിക്കും. അപ്പൊ ഇതാണ് ടോട്ടൽ ഷുഗർ എന്ന് പറഞ്ഞവർ കൊടുക്കുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോംപ്ലക്സ് കാർബ് ആണോ, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണോ അതിൽ കൂടുതലുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ ടോട്ടൽ ഷുഗർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ ആഡഡ് ഷുഗർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ആഡഡ് ഷുഗർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. മുൻപ് പറഞ്ഞ അതേ റീസൺ തന്നെ. മാക്രോ ന്യൂട്രിയൻസിലെ രണ്ടാമത്തെ ആളാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ഉപദ്രവം ചെയ്യുന്ന 2 പേരാണ്. അപ്പോൾ ഈ ഒരു സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ അധികം അങ്ങനെ
എടുക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അത് വളരെയധികം ദോഷം ചെയ്യും. അതേപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനും നമുക്ക് ഒബീസിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനും അതേപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഡിസ്ലിപ്പിഡിമിയ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കാനും ഒക്കെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റിനും ട്രാൻസ് ഫാറ്റിനും കഴിവുണ്ട്. നമ്മൾ നോക്കേണ്ടത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടുള്ളത് നട്ട്സിലും ഒലീവ്സിലും സീഡ്സിലും ഒക്കെയാണ്. സോ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഫാറ്റിനെ കുറിച്ചൊന്ന് പറയാം. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കൂട്ടി നമ്മുടെ ഹൃദയത്തിന് ദോഷമാകുന്ന ആളാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നതും ഇതേ കുഴപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഫാറ്റ് ആണ്. ഇവ ശരിക്കും ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ അത്തിറോസ്ക്ലെറോസിസ് പോലെയുള്ള അവസ്ഥകൾ, അതായത് നമ്മുടെ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് വന്നടിഞ്ഞിട്ട് BP ഉണ്ടാവാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാനും ഒക്കെ കാരണമാകുന്ന ഒരു ഫാറ്റ് ആണ് ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഫാറ്റ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസത്തിൽ 1 ഗ്രാമിൽ താഴെ മാത്രമേ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അത്രയും ചെറിയ അളവിൽ മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ള ഒരു ഫാറ്റ് ആണ് ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ ന്യൂട്രീഷൻ ലേബലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ് ഫാറ്റ് ഒക്കെ നല്ല രീതിയിലുള്ള പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അത് ചെക്ക് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, പ്യൂഫ മ്യൂഫ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ അത് നമുക്ക് ധാരാളം കഴിക്കാം. കാരണം ഇവയെല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നവയാണ്. അടുത്തതായിട്ട് ഷുഗർ, പഞ്ചസാര. ആവശ്യത്തിലധികം നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്ട്സിലും ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. ആഡഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുക്കുന്നത് ഫ്രക്ടോസ് എന്നോ മാൾട്ടോസ് എന്നോ കോൺ സിറപ്പ് എന്നോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ കാണുമ്പോൾ മാൾട്ടോസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്രക്ടോസ് ആണ്. ഇതെല്ലാം തന്നെ പഞ്ചസാരയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് പ്രകാരം 25 ഗ്രാം ആണ് നമ്മുടെ ശരീരത്തിൽ ഒരാൾക്ക് ഷുഗർ വേണ്ടത്. അതായത് 6 ടീസ്പൂണിൽ താഴെയാണ് ഒരാൾക്ക് ശരീരത്തിൽ പഞ്ചസാര വേണ്ടത്. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ആഡഡ് ഷുഗർ എന്ന് പറയുന്നത് അതിലൊക്കെ കൂടുതലാണ്. സോ പഞ്ചസാരയുടെ അളവ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് സോൾട്ട് അല്ലെങ്കിൽ സോഡിയം. സോഡിയം എന്ന് പറഞ്ഞു കൊടുക്കുന്നതും സോൾട്ട് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് 1500 മുതൽ 2300 മില്ലിഗ്രാം വരെയാണ് നമ്മുടെ ശരീരത്തിന് ഉപ്പ് വേണ്ടത്. അപ്പോൾ ഒരു 400 ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ 400 mg ആണ് അളവുള്ളതെങ്കിൽ അത് ഓക്കെയാണ്. അല്ല 600-ന് മേലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ BP കൂട്ടാൻ ഇതിൽ പരം മറ്റൊരു കാരണമില്ല. കാരണം നമ്മൾ എല്ലാ ഭക്ഷണത്തിലും ഉപ്പ് ചേർക്കുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഒരു പ്രോഡക്റ്റിൽ ഒരു പെർ സൈസിൽ 400 മില്ലിഗ്രാം ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ബിസ്ക്കറ്റിൽ 400 mg ആണുള്ളതെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 2, 3, 4 ബിസ്ക്കറ്റ് കഴിക്കുന്നവരാണെങ്കിൽ 4 ബിസ്ക്കറ്റ് 400 മില്ലിഗ്രാം വെച്ചെടുക്കുമ്പോൾ 1600 മില്ലിഗ്രാം ഉപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇത് കൂടാതെ നമ്മൾ ഒരു ഹോൾ ഡേ ഡയറ്റിൽ നമ്മൾ ഉപ്പ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇത് തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കൂട്ടാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാനും ഒക്കെ കാരണമാകുന്നുണ്ട്. സോ ഉപ്പിന്റെ അളവ് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. WHO പറയുന്നത് പ്രകാരം 2000 മില്ലിഗ്രാമിൽ താഴെ മാത്രമായിരിക്കണം ഒരാൾ ഒരു ദിവസം എടുക്കേണ്ട ഉപ്പിന്റെ അളവ്. അതായത് 5 ഗ്രാമിൽ താഴെ. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് 100 ഗ്രാമിൽ 120 മില്ലിഗ്രാമിൽ താഴെ വരുന്ന ഉപ്പിന്റെ അളവുള്ള പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം അത് 120 ഗ്രാമിൽ താഴെ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഉപ്പ് നമുക്ക് ഡെയിലി ഡയറ്റിൽ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിന്റെ ഒപ്പം പൊയ്ക്കോളും. ഇങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. ഒരിക്കലും ഒരു 400 മുതൽ 600-ന്റെ മുകളിലുള്ള ഉപ്പിന്റെ അളവ് പെർ സെർവിങ്ങിൽ വരുന്ന ഫുഡ് ഐറ്റം എടുക്കാതിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. അടുത്തതായിട്ട് പ്രോട്ടീൻ എപ്പോഴും ഒരു 5 ഗ്രാമിൽ കൂടുതലോ അല്ലെങ്കിൽ 5 ഗ്രാം ഉള്ള പ്രോഡക്ട്സ് എടുക്കുന്നതാണ് നല്ലത്. കാരണം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷനും നമുക്കൊരു സറ്റൈറ്റി ഫീൽ ചെയ്യാനും നമ്മുടെ മസിൽ റിപ്പയറിനും ഒക്കെ വളരെയധികം വേണ്ട ഒരു കാര്യമാണ്. സോ പ്രോട്ടീൻ എപ്പോഴും 5 ഗ്രാമിൽ കൂടിയ പ്രോഡക്ട്സ് നമുക്ക് എടുക്കാം. അടുത്ത ആളാണ് ഫൈബർ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഹൈ ഇൻ ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞിട്ട് ഫൈബറിന്റെ ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതെല്ലാം തന്നെ 3 ഗ്രാമിൽ കൂടുതലായിരിക്കണം ഫൈബറിന്റെ അളവ്. കാരണം നാരടങ്ങിയ ഭക്ഷണം നമ്മുടെ ദഹന പ്രക്രിയയ്ക്കും വെയിറ്റ് ലോസിനും നമ്മുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ആളാണ്. സോ നാരിന്റെ അളവ് 3 ഗ്രാമിൽ കൂടുതലാണോ എന്നുള്ളതും നമ്മൾ ഈ ന്യൂട്രീഷൻ ലെവലിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്, നമ്മൾ റെഡ് ഫ്ലാഗ് കാണിക്കേണ്ട പ്രോഡക്ട്സ് ഏതൊക്കെയാണ്. അതായത് നമ്മൾ ഈ ന്യൂട്രീഷൻ ലേബൽ കഴിഞ്ഞിട്ട് അതിന്റെ താഴെയായിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ ഇൻഗ്രീഡിയൻസിൽ അവരൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. ആ ഓർഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ആയിരിക്കും ഈ ഒരു പാക്കറ്റിൽ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ആള് ഷുഗർ
പഞ്ചസാര കൂടുതലായിട്ടുണ്ടോ? പഞ്ചസാര എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവർ കോൺ സിറപ്പ് എന്നായിരിക്കും കൊടുക്കുക. കോൺ സിറപ്പ് ആണോ, മാൾട്ടോസ് ആണോ, ഫ്രക്ടോസ് ആണോ എന്നുള്ളത് ആദ്യം നോക്കുക. ഷുഗർ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് നമ്മൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് മൈദ എന്നുള്ളത് റിഫൈൻഡ് ഫ്ലോർ എന്നായിരിക്കും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഈ മൈദയുടെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഹൈഡ്രജനേറ്റഡ് ഓയിൽ, അതായത് ഞാൻ മുൻപ് പറഞ്ഞ നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ന്യൂട്രീഷൻ ലേബൽ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് എടുക്കാതിരിക്കുക. കാരണം നമ്മുടെ ശരീരത്തിന് അത്രയേറെ ദോഷം ചെയ്യാനായിട്ട് ഈ 3 പ്രോഡക്ട്സിനും സാധിക്കും. ഇനി നമ്മൾ ഒഴിവാക്കേണ്ട പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? അസ്പാർട്ടമെ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അസ്പാർട്ടമെ എന്നുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അതേപോലെ തന്നെ സോഡിയം ബെൻസോയേറ്റ് പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ MSG എന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ 3 പ്രോഡക്ട്സ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. ഇനി ഇതിൽ വളരെയധികം രസകരമായ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. നമ്മൾ എല്ലാവരും വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് ലോ ഫാറ്റ് പ്രോഡക്ട്സ് ആണ് അല്ലെ. നമ്മൾ ഫാറ്റ് അല്ല ചെക്ക് ചെയ്യേണ്ടത്, ഷുഗർ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഷുഗർ നല്ല രീതിയിൽ ആഡഡ് ഷുഗർ ഒക്കെ കൊടുത്തിട്ട് ലോ ഫാറ്റ് എന്നുള്ള ലേബൽ വെക്കുമ്പോൾ നമ്മൾ കരുതും നമുക്ക് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെന്ന്. ഒരിക്കലുമല്ല. ഈ ഷുഗർ ആയിരിക്കും നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതും. അതേപോലെ നാച്ചുറൽ പ്രോഡക്റ്റ് എന്ന് കാണാം. ഈ നാച്ചുറൽ പ്രോഡക്ട്സിന്റെ ബാക്കിൽ നിങ്ങൾ പ്രിസർവേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലില്ലാത്ത പ്രിസർവേറ്റീവ്സ് ഉണ്ടാവില്ല. സോ നാച്ചുറൽ എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ്സ് ഇല്ല എന്നല്ല അർത്ഥം. ലൈറ്റ് പ്രോഡക്റ്റ് എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. ലൈറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാലറി ഇല്ല എന്നല്ല, കളേഴ്സ് ലൈറ്റ് ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്നാണ്. സോ ഓരോ പ്രോഡക്ട്സ് വാങ്ങുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക. എസ്പെഷ്യലി നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള കുറേയധികം രോഗാവസ്ഥകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ അറിയാൻ പറ്റും. ഷുഗർ എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ ഇപ്പൊ എല്ലാവരിലും ഉണ്ട്. ഒരു 30s കഴിയുമ്പോഴത്തേക്കും ഓവർ വെയിറ്റും ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലുവേദനയും നടുവിന് വേദനയും ഒക്കെ ഉള്ളവരാണ് കുറേയധികം ചെറുപ്പക്കാരും. അതേപോലെ തന്നെ ഡയബറ്റീസ് എന്ന് പറഞ്ഞ അവസ്ഥ വളരെ കോമൺ ആയി തുടങ്ങിയിരിക്കുന്നു. സോ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മൾ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് നാളെ തുടങ്ങിയിട്ട് ഈ പ്രോഡക്ട്സ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് ഏത് ഫുഡ് ചൂസ് ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് പഴയ ഒരു ലൈഫ് സ്റ്റൈലിലല്ല. നമുക്ക് തന്നെ പല പ്രോഡക്ട്സും നമ്മുടെ ഓൺ ആയിട്ട് നമുക്ക് തന്നെ ഒരു പ്രോഡക്ട്സും കിട്ടുന്നില്ല. എല്ലാ പ്രോഡക്ട്സും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്. പൊടികളും അരിയും പച്ചക്കറിയും പഴങ്ങളും എല്ലാം തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. സോ ഇതില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. സോ അതൊക്കെ നമുക്കൊന്ന് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെ ആരോഗ്യത്തിനെയും അത് സഹായിക്കും. ഇനി പല കമ്പനീസും ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം കൂടി ഒന്ന് പറയാം. ലോ ഫാറ്റ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് 100 ഗ്രാമിൽ 3 ഗ്രാമിൽ താഴെയേ കൊഴുപ്പുള്ളൂ. ഹൈ പ്രോട്ടീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 100 ഗ്രാമിൽ 10 ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീന്റെ അളവുണ്ട്. ഷുഗർ ഫ്രീ പ്രോഡക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പെർ സെർവിങ്ങിൽ 0.5 ഗ്രാമിൽ താഴെ ഷുഗറിന്റെ അളവ് ഉള്ളൂ എന്നുള്ളതാണ്. ലോ സോഡിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 100 ഗ്രാമിൽ 120 mg താഴെ മാത്രമാണ് ഉപ്പിന്റെ അളവുള്ളത്. ഹൈ ഫൈബർ എന്ന് പറയുന്നത് പെർ സെർവിങ്ങിൽ 3 ഗ്രാമിൽ കൂടുതൽ ഫൈബറിന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്മാർട്ടർ കൺസ്യൂമർ ആവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എല്ലാവരും ഓരോരോ ഉപഭോക്താക്കളാണ് അല്ലെ. നമ്മൾ എല്ലാവരും കുറച്ച് സ്മാർട്ടായിട്ട് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് മുടക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കാം. നമ്മളിലേക്കും മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്